ഹലോ ഗൈസ്, അപ്പം നമ്മുടെ യൂപ്പിയുടെയും മാളുവിൻ്റെയും കല്യാണം കഴിഞ്ഞു. അപ്പം അവരുടെ ഹണിമൂണും എൻ്റെയും അവൻ്റെയും ഫസ്റ്റ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പം എന്നാൽ പിന്നെ ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ ട്രിപ്പ് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി വഴി മണാലിയിലേക്ക്. അപ്പം ഇതാ നമ്മൾ എറണാകുളത്ത് നിന്ന് രാവിലെ 8:45 ഫ്ലൈറ്റിനാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡിഗോ ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് ക്യാൻസലാവോ റീസ്കെഡ്യൂൾ ആവുമോ എന്നുള്ള ഒരുപാട് ടെൻഷനൊക്കെ ആയിരുന്നു തലേ ദിവസം വരെ. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്തായാലും രാവിലെ ഞങ്ങൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി. ഇനിയിപ്പോൾ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്താലും അടുത്ത ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് പോകാമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ എല്ലാവരുടെയും. അങ്ങനെ ഇതാ നമ്മൾ ഓൾറെഡി വെബ് ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലഗേജസ് ഒക്കെ ഞങ്ങൾ കൊടുത്തിട്ട് ഇതാ പിന്നില്ല നമ്മുടെ ഷോൾഡർ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് ലോഞ്ചിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്നൊക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ചെന്നതായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആണെങ്കിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ സമയം കളയണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് താഴെ വന്ന് നമ്മുടെ ഫ്ലൈറ്റും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതാ നമ്മുടെ ഫ്ലൈറ്റ് വന്നു. എന്തായാലും ഇൻഡിഗോ ചതിച്ചില്ല ഗൈസ്, ഞങ്ങൾക്ക് എന്തായാലും പോകാൻ പറ്റി. അപ്പോൾ ഇനി ഫ്ലൈറ്റ് കയറിയിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ 2 മാസം മുന്നേ പ്ലാൻ ചെയ്ത ട്രിപ്പ് ആയതുകൊണ്ടും ഈ ലാസ്റ്റ് ഒരാഴ്ച കൊണ്ട് ഇൻഡിയോക്ക് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ആലോചിച്ച് ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു, എങ്ങാനും പോകാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളത്. അങ്ങനെ എന്തായാലും പ്രശ്നങ്ങളൊക്കെ സോർട്ടായി ഞങ്ങൾക്ക് പോകാൻ പറ്റി എന്നുള്ളതായിരുന്നു മറ്റൊരു വലിയ സന്തോഷം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. പിന്നെ ഫുഡൊക്കെ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മൾ അതിനകത്ത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിക്കൻ സാൻഡ്വിച്ചും അതുപോലെ കോഫിയെല്ലാം ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഡൽഹി എത്തണ വരെ ഞങ്ങൾക്ക് ആർക്കും സ്റ്റോറിയുടെ ധൈര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എന്തായാലും ഇതാ നമ്മൾ ഫൈനലി ഡൽഹി എത്തി. നമ്മുടെ ടാക്സി ഡ്രൈവർ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നു അപ്പോൾ തന്നെ. എന്നിട്ട് ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്തു. ഞാനതിന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. എന്നിട്ട് നമ്മൾ ഇനി മെട്രോയിലാണ് ബാക്കി യാത്ര മുഴുവൻ ഇനിയുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആക്ച്വലി 12:45 ആയിരുന്നു ഫ്ലൈറ്റ് എത്തുന്ന ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ 11:45 തന്നെ എത്തിയായിരുന്നു. വെരി നേരത്തെ ആയിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ ഡൽഹിയിൽ എത്തിയിട്ടതാ റെഡ് ഫോർട്ട് കാണാനാണ് ആദ്യം പോയത്. റെഡ് ഫോർട്ടിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് ഏറ്റവും കോമഡി. റെഡ് ഫോർട്ട് അവധിയായിരുന്നു ഗൈസ്. ഞങ്ങൾക്ക് പുറത്തുനിന്ന് കാണാൻ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. പിന്നെ അവിടുത്തെ തിരക്ക് നിങ്ങൾ കാണണം. ഇതാണ് അവിടത്തേക്ക് തിരക്കെന്ന് പറയുന്നത്. എൻ്റെ ഡൽഹി വിചാരിക്കണ അത്ര ഭംഗിയൊന്നും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു വൃത്തിയില്ലാത്ത ഒരു സ്ഥലം. ചില സ്ഥലങ്ങളൊക്കെ നല്ലതാണ്, പക്ഷെ മിക്കവാറും സ്ഥലങ്ങൾ ഒരു വൃത്തിയില്ല, ഒരു സുഖമില്ല. എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോ കയറി ഇനി ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ജമാ മസ്ജിദ് കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് പള്ളികളിൽ ഒന്നാണ് ജമാ മസ്ജിദ്. അതുപോലെ തന്നെ ഇത് ഷാജഹാനാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ചരിത്ര പ്രധാനമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ജമാ മസ്ജിദൊക്കെ. പക്ഷെ അതൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടാണ്ടല്ലോ നമുക്ക് തന്നെ തോന്നിപ്പോയി ഇതൊക്കെ എന്താ ഇങ്ങനെ കൊണ്ടു നടക്കണേ എന്നുള്ളത്. അത്ര വൃത്തിയില്ലാണ്ടാണ് ഇതൊക്കെ കൊണ്ട് നടക്കുന്നത്. മുഗൾസ് ബിൽഡ് ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റെ ആർക്കിടെക്ചറും മൊത്തത്തിൽ എന്ത് ഭംഗിയാണെന്നറിയാം. അത് കാണാൻ ഭയങ്കര പ്രത്യേക ഒരു വൈബ് ഉണ്ട് അവിടെ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഭയങ്കര മോശമായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി നെക്സ്റ്റ് മെട്രോ പിടിച്ച് നമ്മൾ പോയത് സരോജിനി മാർക്കറ്റിലേക്കാണ്. നമ്മൾ വിൻ്റർ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് പോയിട്ടുള്ളത്. നമ്മൾ നാട്ടിൽ നിന്ന് തെർമൽസ് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ അടുത്തുള്ള വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ എടുത്തിട്ടാണ് വന്നത്. ബാക്കി എല്ലാ പർച്ചേസും ഞങ്ങൾ നടത്തിയത് ഇവിടുന്ന് സരോജിനി മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ. ഭയങ്കര അഫോർഡബിളാണ്. ഒരുപാട് സാധനങ്ങളും കിട്ടും, നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി. പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു, എന്താ പറയുക, നല്ല പൊടിയും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ മാർക്കറ്റിനകത്ത്. അവിടെ മാത്രമല്ല, മൊത്തത്തിൽ ഡൽഹി അങ്ങനെയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ റൂമിൽ പോയി. ഇനി നെക്സ്റ്റ് ഡേയിൽ ബാക്കി ഡൽഹി വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.